ലേഡീസ് ഓർ ബ്യൂട്ടി ടിപ്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അഞ്ചൽ ലേക്യൂട്ടിലെ മായ മേഡമാണ്. മാം, ഇന്ന് നമുക്ക് വേണ്ടി എന്താണ് പരിചയപ്പെടുത്തുന്നത്? ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റാണ്. ഇന്ന് മേഡം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു ഹെയർ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ്. അപ്പം മേഡം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്തു. ഫസ്റ്റ് ഇത് എല്ലാ ഹെയറിനും നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ ഫസ്റ്റ് ഹെയർ വാഷാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. അപ്പം ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് ഇല്ല അത് ഡ്രൈ ആക്കണം. ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഡ്രൈ ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പോ ഹെയർ വാഷ് കഴിഞ്ഞു, ഡ്രൈ ചെയ്തിരിക്കുകയാണ് അല്ലേ? ഏതൊരു ഹെയർ ട്രീറ്റ്മെന്റും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഹെയർ ട്രീറ്റ്മെന്റ് നമ്മൾ നാലായിട്ട് അത് ഹെയർ സെക്ഷൻ തിരിക്കണം. അപ്പോൾ ഏതൊരു ഹെയർ ആണെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴത്തേക്കിന് നാലായിട്ട് ഹെയർ സെക്ഷൻ തിരിക്കണം. സെക്ഷൻ തിരിച്ചതിന് ശേഷം മാത്രമേ ഹെയറിൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നാലായിട്ട് സെക്ഷൻ തിരിക്കാനല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഹെയറിലും യൂസ്ഫുൾ ആണ്? എല്ലാ ഹെയറിനും ഇത് യൂസ്ഫുള്ളാണ്. പക്ഷെ ഞാൻ പുറത്തായിരുന്നു, അപ്പോൾ അവിടെ ഇത് ആണ് ഇവിടെ ചെയ്യുന്നത്, ഇപ്പം കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളിവിടെ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഒരു ഹെയർ കളർ ചെയ്ത ഒരു ഹെയറിന് ഉടനെ നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു കെമിക്കലിന്റെ ഇതുകൊണ്ടാണോ അതോ? കെമിക്കലാണ്. അപ്പോൾ ഒരു ഹെയർ കളർ ചെയ്തിട്ടുള്ളൊരു ഹെയറിന് പെട്ടെന്ന് തന്നെ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടില്ലെന്നാണ് എപ്പം പറഞ്ഞത്. അതേസമയം ഹെയർ കളർ ചെയ്തതിന് ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനൊപ്പം നമുക്ക് ഹെയർ കളർ ചെയ്യാം. പക്ഷെ കളർ ചെയ്തതിന് ശേഷം പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്തു. അത് ഇത് മാത്രമല്ല, ഒരു കെമിക്കലും പാടില്ല. പാടില്ല. അതായത് സ്മൂത്തനിങ് ആയാലും കെരട്ടിൻ ആയാലും ഒന്നും പാടില്ല. അത് ഏകദേശം ഒരു എത്ര മന്ത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഒരു ഹെയറിലോട്ട് വേറെ ഒരു ട്രീറ്റ്മെന്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഇതിന് 3 മാസം. അപ്പോൾ ഒരു ഫസ്റ്റ് കളറിങ് കഴിഞ്ഞിട്ടുള്ളത് ആണെങ്കിൽ പ്രോട്ടീൻ ചെയ്യുന്നതും 3 മന്ത് കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. അതെ 3 മന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒരു ഡാൻഡ്രഫ് ഒക്കെ ഒരുപാടുള്ള ഒരു ഹെയർ ആകുമ്പോഴും അങ്ങനെ ആയിരിക്കും? ഡാൻഡ്രഫും ഇതുമായിട്ടൊരു ബന്ധം. ഡാൻഡ്രഫ് ഉള്ളതിന് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അതൊരു വലിയ കെമിക്കലല്ലല്ലോ നമ്മൾ. അതല്ല, ഇത് ഫുള്ള് കെമിക്കലാണ് ചെയ്യുന്നത്. ഒരു സൈഡ് എഫക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഇല്ല. അങ്ങനെ സൈഡ് എഫക്റ്റ് ഇത് പ്രോപ്പറായിട്ട് സ്പാ ചെയ്യാൻ പറ്റുന്നതാണ്. സ്പാ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യണം. പിന്നെ ഇത് ചെയ്തതിന് ശേഷം അധികം ഷാമ്പു ചെയ്യാൻ പാടില്ല. തല ഓട്ടിയിൽ പറ്റാൻ പാടില്ലല്ലോ? ഇല്ല. ഇപ്പോഴും 1 ഇഞ്ച് നമ്മൾ വിട്ടാണ് ഏതാണ് അത് സ്മൂത്തനിങ് ആയാലും ശരി, ഒളിമ്പേസ് ആയാലും ഏതാണ് ഒരു ഗ്യാപ്പിട്ട് വേണം സ്കിന്നിൽ. പക്ഷെ ആവും, എങ്ങനെയായാലും സ്കിന്നിലാവും. എന്നാലും അത് നമ്മൾ അങ്ങനെ വേണം ചെയ്യാൻ. അങ്ങനെ വലിയ പ്രോബ്ലം ഒന്നുമില്ല. അങ്ങനെ ഒരു അലർജി കാര്യങ്ങളും ഒന്നും ഇല്ല. ഇപ്പം നമ്മൾ ഏറ്റവും കുറച്ച് ഹെയർ എടുത്തേ ഇത് നമ്മൾ ഇത് ചെയ്യാൻ പാടുള്ളൂ. എത്ര ടൈം എടുക്കും ഇതിന്? 3 മണിക്കൂർ ഇത് എടുക്കും. ഇനിയിപ്പം ക്രീം ഇടുകയാണല്ലേ? ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ക്രീം ഇടുകയാണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്തു, അതിനുശേഷം ഡ്രൈ ആക്കി, അതിനുശേഷമാണ് ഇനി നമ്മൾ ക്രീം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോഴും സ്കിന്നിൽ പറ്റാതെ വേണം ചെയ്യാനായിട്ടല്ലേ? അതെ. ഇതിന്റെ ഒരു ഫിനിഷിംഗ് ആണോ ഇത്? ഇത് ഫിനിഷിംഗ് ആണ്. ഇനിയിപ്പോൾ എന്താ അടുത്ത് ചെയ്യുന്നത്? ഇനി നമ്മളിത് ഡ്രൈ ആക്കും. അത് ഹെയർ ഡ്രയർ വെച്ച് ഇത് നന്നായിട്ട് അതെ ഡ്രൈ ആക്കും.
അപ്പം ഇത് ഇപ്പം ഫിനിഷിങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത് എന്താ ചെയ്യുന്നത്? ഇനി നമ്മളിത് ഡ്രൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ ഒരു കെരറ്റിൻ അല്ലെങ്കിൽ ഒരു സ്മൂത്തനിങ് എന്നൊക്കെ ചില ക്രീമുകൾ അപ്പോഴൊരു 45 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കത് വാഷ് ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് വീട്ടിൽ വിടും. ആഫ്റ്റർ 3 days കഴിഞ്ഞിട്ടാണ്, 3 ദിവസം കഴിഞ്ഞിട്ടാണ് വാഷ് ഔട്ട്. അപ്പോൾ ആ വാഷ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഷാമ്പു ഉപയോഗിക്കരുത്. അല്ലാതെ നോർമൽ വാട്ടറിൽ കണ്ടീഷണർ ഇച്ചിരി സ്പായോ ഒക്കെ ചെയ്ത് അങ്ങനെ ഇടുക. വീണ്ടും വല്ലപ്പോഴും മാത്രം ഷാമ്പു യൂസ് ചെയ്യാവൂ, അല്ലെ പെട്ടെന്ന് ഹെയർ ഡാമേജ് ആവും. പിന്നെ ഇത് ഈ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എത്ര മന്ത് കഴിയണം പിന്നെ ഇത് ചെയ്യുന്നത്? ഒരു 4 months കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യണം. വീണ്ടും ചെയ്താൽ നല്ലതാണ്. മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ മുടി കൊഴിച്ചിലിനൊക്കെ ഇത് വളരെ ബെറ്റർ ആണ്. ഇനിയിപ്പോൾ അടുത്ത് ഇനി എന്താണ് മാം? ഇനി ഈ മുടി നമ്മൾ അയൺ ചെയ്യണം. അയൺ ചെയ്ത് ഈ മുടി പിന്നെ 100% ഈ മുടി നീളില്ല. കാര്യം ഇതൊരു ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷേ പല കസ്റ്റമറുകൾ വരുമ്പോൾ അവർക്ക് മുടി ഇത് നീണ്ടിരിക്കണം. പക്ഷേ നമ്മളത് പറയില്ല. കാര്യം ഒരു 90% വരെ ആൾക്കാർക്ക് മാത്രമേ മുടി നീളത്തൂ. ഇതൊരു ട്രീറ്റ്മെൻ്റ് ആണ് മുടി. അപ്പോൾ ഇതൊരു ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു 90% മാത്രമേ ഈ ഹെയർ നീളത്തുള്ളൂ. പക്ഷേ എന്താ പറയുക, ചില ആൾക്കാർക്ക് ഹെയർ നീളണം. ഇപ്പം മാം പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് 90% മാത്രമേ ഹെയർ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുമെന്നാണ് മാം പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ആകുമ്പോഴത്തേക്കിനും 90% മാത്രമേ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കൂ. ഇത് കാര്യം ഓൾറെഡി സ്ട്രൈറ്റ് ഹെയർ ആണ്. പക്ഷേ ഇതൊരു 90-95% നല്ല സ്ട്രൈറ്റ് ആയിട്ട് നല്ല കേളി ആയിട്ട് കിടക്കുന്ന ഒരു ഹെയർ ആകുമ്പോൾ ഹെയർ ഒരു 70-75%, 80% അതിൽ കൂടുതൽ അത് പോകത്തില്ല. ഇതൊരു സ്മൂത്തനിങ് അല്ലാത്തത് കൊണ്ട് ഇത് 3 ദിവസം കഴിയുമ്പോൾ വാഷ് ചെയ്യണമെന്ന് പറയുന്നത്. കേളി ആയിട്ട് കിടക്കുന്ന ഒരു മുടിയാകുമ്പോൾ 3 ദിവസം കഴിഞ്ഞ് വാഷ് ചെയ്യുമ്പോഴത്തേക്കും അത് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ഞാൻ പറയും 75-80%. അത് നമ്മൾ ആദ്യമേ അത് പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. ഇതൊരു സെയിം കെരറ്റിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ അതേ കണക്ക് സെയിമുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇത്. അത് അങ്ങനെ ഇപ്പോൾ ഒരു സ്ട്രൈറ്റ് ആയിട്ട് ഇപ്പം പിന്നെ കേളിയായിട്ട് കിടക്കുന്നതാണെങ്കിലും അല്ലാതെ പിന്നെ സ്ട്രൈറ്റ് മുടിയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നോർമലി 75% എന്ന് വേണമെങ്കിൽ പറയാം സ്ട്രൈറ്റ് ആയിട്ട്. അത് 4 months അങ്ങനെ കിടക്കുമോ അതോ? അത് 4 months കിടക്കും. അത് അവർ സൂക്ഷിക്കുന്നതനുസരിച്ച് അവർ പിന്നെ ഓയിലും ഒക്കെ തേച്ചു പിന്നെ അല്ലെങ്കിൽ എന്നും കാര്യം ചിലപ്പോൾ ഡ്രൈ ആയെന്ന് പറഞ്ഞിട്ട് വരും. കാര്യം അവർ എപ്പോഴും ഈ ഷാമ്പു യൂസ് ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഹെയറിൽ ഏതൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നമ്മൾ അതിൻ്റെ പുറകിൽ സൂക്ഷിക്കുക, സ്പാ ചെയ്യുക. മാസത്തിൽ 2 വട്ടമെങ്കിലും സ്പാ ചെയ്യണം. അപ്പോൾ മെയിനായിട്ട് ഹെയറിൽ മാസത്തിൽ ഒരു 2 ടൈമെങ്കിലും സ്പാ ചെയ്യണം. ഇത് നമ്മൾ അയൺ ചെയ്യും. അയൺ ചെയ്ത് ഇതിന് ഫിനിഷിങ് കഴിയും. പിന്നെ ആഫ്റ്റർ 3 days വാഷ് ചെയ്യും. ഇനിയിപ്പോൾ അയണിങ് ആണ്. ഡ്രൈ ആയതിനു ശേഷമാണ് അയണിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെഡിസിൻ ഇതിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇത് ഈ പുക ഇങ്ങനെ വരുന്നത്. ഇതിപ്പോൾ ഒരു എത്ര ടൈം എടുക്കും മാം? ഇതൊരു 20 minutes 25 minutes കൊണ്ട് അതിപ്പോൾ 2 ആൾക്കാർ അപ്പുറം ഇപ്പുറം ഒന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് അങ്ങ് ചെയ്യും. അത് നന്നായിട്ട് ഈ അയൺ ചെയ്യുന്നതിലും ഇപ്പം ബ്ലോ ഡ്രൈ ചെയ്യുന്നതിലും ഒക്കെയാണ് മുടി ഒരു പരിധി വരെ അതിന് നീളം കിട്ടുന്നത്. അതെ. തിന്നായിട്ടുള്ള ഒരു ഹെയർ ആകുമ്പോഴത്തേക്കിനും അത്രയും ടൈം എടുക്കുമോ? തിന്നായിട്ടാകുമ്പോൾ അതിൻ്റെതായ സമയം.
ഇപ്പം ഹീറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ? കംപ്ലീറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതിനിപ്പോ ഒരു 3 days കഴിഞ്ഞതിന് ശേഷം മാത്രമേ വാഷ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ? അപ്പൊ ഇത് ഫിനിഷിംഗ് ആയല്ലോ അല്ലേ? ഫിനിഷിംഗ്. ഇനി ഇതിനകത്ത് വേറെ ഒന്നുമില്ല. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് നോർമൽ വാട്ടർ വാഷ് ചെയ്ത് കഴിയുക. അത് സാധാരണ ആൾക്കാർ നമ്മുടെ പാർലറിൽ വന്ന് വാഷ് ചെയ്യും, ഒരു സ്പാ ഒക്കെ ചെയ്തു പോകും. ചിലർ വീട്ടിൽ തന്നെ അത് ചെയ്യും. സ്പാ ചെയ്യണമെന്നുണ്ടോ? അതോ സ്പാ ചെയ്താൽ നല്ലതാണ്. മസ്റ്റായിട്ട് ആഫ്റ്റർ 3 days കഴിഞ്ഞിട്ട് സ്പാ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹെയർ അത്ര ഇതായിട്ട് കിടന്നോളൂ അല്ലേ? എല്ലാ ഹെയറിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ് മാം ഇപ്പം നമുക്ക് പറഞ്ഞു തന്നത്. ഇനി മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു ബ്യൂട്ടി ടിപ്സുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.